എൻ്റെ പേര് ഡോക്ടർ ദീപ എസ് കുമാർ. ഞാൻ ശ്രീധര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ അഡീഷണൽ പ്രൊഫസറാണ്. ഇന്നിവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുടെ ഹൃദ്രോഗത്തിലെ നൂതന ചികിത്സാ രീതികളാണ്. അപ്പോൾ എന്താണ് ഈ കുട്ടികളുടെ ഹൃദ്രോഗവും മുതിർന്നവരുടെ ഹൃദ്രോഗവും തമ്മിലുള്ള വ്യത്യാസം? മുതിർന്നവരിൽ ഹൃദ്രോഗം ഉണ്ടാകുന്നത് ജീവിതശൈലി രോഗങ്ങളാണ് പ്രധാനമായിട്ടും അവർക്ക് രോഗകാരണമാകുന്നത്. അതേസമയം കുട്ടികളിലുള്ള ഹൃദ്രോഗം മിക്കവാറും ജന്മനാ ഉള്ള വൈകല്യങ്ങളാണ്. അതിനാൽ തന്നെ ഏറെയും ജനിച്ച ഉടനെ നമ്മൾ അത് കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും വേണം. അപ്പോൾ നമുക്കതിനെ എങ്ങനെ തിരിക്കാം? അത് സങ്കീർണമായതും വളരെ സങ്കീർണമായ ഹൃദ്രോഗങ്ങളുണ്ട്, സങ്കീർണമല്ലാത്ത വളരെ സിമ്പിളായി ചികിത്സിക്കാൻ പറ്റുന്ന ഹൃദ്രോഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സങ്കീർണമായവ നമുക്ക് സർജറി വഴിയാണ് കൂടുതലായും ചികിത്സിക്കാൻ പറ്റുക. പക്ഷേ അധികം സങ്കീർണമല്ലാത്ത രോഗങ്ങളെ നമുക്ക് നൂതനമായ ചികിത്സാ രീതി വഴി, അതായത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്ന് വേണമെങ്കിൽ പറയാം, അതുവഴി നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. അപ്പോൾ ഹൃദ്രോഗത്തിനെ നമുക്ക് രണ്ടായി തിരിക്കാം. കുട്ടികൾ ജന്മനാ തന്നെ നീലനിറമാകുന്ന അസുഖങ്ങളുണ്ട്. അതല്ല, നീലനിറം ഉണ്ടാകുന്നില്ല എന്നാലും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഹൃദ്രോഗങ്ങളും വരാം. അപ്പോൾ അതിൽ ഈ നീലനിറം ഉണ്ടാകുന്ന രോഗങ്ങൾ മിക്കതും നമുക്ക് ശസ്ത്രക്രിയ വഴി മാത്രമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ, സർജറി വഴി മാത്രമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. അല്ലാതെയുള്ളവ, സങ്കീർണമല്ലാത്തവ നമുക്ക് എങ്ങനെ നൂതനമായ ചികിത്സാ രീതി വഴി ചികിത്സിക്കാമെന്ന് ഞാൻ ഇന്ന് പറഞ്ഞു തരാം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമുക്ക് ഹൃദയത്തിൽ 4 രക്തയറയാണുള്ളത്. അതിൽ മുകളിലത്തെ 2 രക്തയറയുടെ ഇടയിലുള്ള ഭിത്തിയിൽ വരുന്ന സുഷിരമാണ് ASD അഥവാ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്. ഇതാണ് ഉള്ളതിൽ തീരെ സങ്കീർണത ഇല്ലാത്ത സിമ്പിളായിട്ടുള്ളൊരു ഹാർട്ട് ഡിസീസ്, ഹൃദ്രോഗം. അപ്പോൾ അത് നമുക്ക് ഏകദേശം ഒരു 90% ASD നമുക്ക് കാലിലെ രക്തക്കുഴൽ വഴി ട്യൂബ് കടത്തി അതിനുള്ളിലൂടെ ഒരു ഡിവൈസ്, അതായത് ഒരു ബട്ടർഫ്ലൈ മാതിരി ഇരിക്കുന്ന ഒരു മെറ്റൽ ഡിവൈസ് ഉപയോഗിച്ച് അടയ്ക്കാവുന്നതാണ്. ഇത് വളരെ വളരെ സിമ്പിളാണ്. ഒരു കുട്ടിയെ നമ്മൾ ഒരു ദിവസം അഡ്മിറ്റ് ചെയ്താൽ പിറ്റേ ദിവസം ഡിവൈസ് ക്ലോഷർ എന്ന് പറയും. നമ്മൾ ഡിവൈസ് വെച്ച് ഈ ഹോള് സുഷിരം അടച്ചു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരമോ പിറ്റേ ദിവസമോ നമുക്ക് ഈ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യാം. അധികം പാർശ്വഫലങ്ങളില്ലാത്തതും പുറമേ മുറിപ്പാടുകളില്ലാത്തതുമായ ഒരു ചികിത്സാ രീതിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഹാർട്ടിന് വെളിയിലെ പ്രധാന രക്തധമനികൾ, അതായത് അയോർട്ടയും പൾമറി ആർട്ടറിയും പ്രധാന 2 രക്തധമനികളാണ്. ഇതിനിടയിൽ ഒരു ട്യൂബ് വരാം, PDA എന്ന് പറയും. അപ്പോൾ അതും നമുക്ക് കാല് വഴി രക്തക്കുഴൽ വഴി സുഖമായിട്ട് വളരെ എളുപ്പത്തിൽ ഡിവൈസ് വെച്ച് ക്ലോസ് ചെയ്യാം. ഇതിനൊന്നും സർജറി ഇപ്പോൾ ആവശ്യമേ വേണ്ടി വരാറില്ല. അപ്പോൾ ഇതിൻ്റെ ഗുണം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വളരെ കുറവാണ്. അനസ്തീഷ്യ വേണ്ടി വരും, തീരെ ചെറിയ കുട്ടികളാകുമ്പോൾ അനസ്തീഷ്യ വേണ്ടി വരും. എന്നിരുന്നാലും നമുക്ക് അന്ന് വൈകുന്നേരമോ പിറ്റേ ദിവസമോ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. മുറിപ്പാടില്ല എന്നുള്ളത് ഒരു വളരെ അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമാണ്. പിന്നെ ഹാർട്ടിൻ്റെ താഴത്തെ രക്തയറകളുടെ ഇടയിലുള്ള ഹോള്, അതിനെ VSD എന്ന് പറയും, അഥവാ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്. അത് ഒട്ടുമിക്കവാറും ഇപ്പോഴും സർജറി വഴിയാണ് നമ്മൾ ചികിത്സിക്കാറ്. അത് ചെറുതാണെങ്കിൽ ചിലതൊക്കെ നമുക്ക് ഡിവൈസ് ക്ലോഷർ ചെയ്യാം, അതായത് കാല് വഴി രക്തക്കുഴൽ വഴി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിവൈസ് വെച്ച് അടയ്ക്കാം. പിന്നെ വേറെ എന്തൊക്കെ നമുക്ക് ഇതുവഴി ചികിത്സിക്കാം നോക്കാം. ഹൃദയത്തിന് വാൽവുകളുണ്ട്, 4 വാൽവുകളുണ്ട്. അതിൽ ശുദ്ധരക്തക്കുഴലിൻ്റെയും അശുദ്ധ രക്തക്കുഴലിൻ്റെയും വാൽവുകളാണ് അയോർട്ടിക് വാൽവും പൾമറി വാൽവും. അപ്പോൾ ഇതിൽ ജന്മനാ ചുരുക്കമുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അതിന് തുറന്നൊരു ശസ്ത്രക്രിയ ചെയ്ത് വാൽവ് തുറക്കുന്നതിനേക്കാളും വളരെ സിമ്പിളായിട്ട് നമുക്ക് കാലിലെ രക്തക്കുഴൽ വഴി ബലൂൺ വെച്ച് ഈ വാൽവ് വികസിപ്പിക്കാവുന്നതാണ്. അയോർട്ടിക് വാൽവിനും നമുക്കത് ചെയ്യാം, പൾമറി വാൽവിനും നമുക്കത് ചെയ്യാം. പൾമറി വാൽവിന് സർജറി ഏറെക്കുറെ ഇല്ലാതായി ഇരിക്കുകയാണ്. പൾമറി വാൽവ് തുറക്കുന്നതിനായിട്ട് ഈ ബലൂൺ സർജറി തീരെയും ശരിയാകാത്ത കുട്ടികൾക്ക് മാത്രം, വളരെ ചുരുക്കം കുട്ടികൾക്ക് മാത്രമേ ഇപ്പോൾ അതിന് സർജറിക്ക് ആവശ്യം വരുന്നുള്ളൂ. അത്രത്തോളം പുരോഗമിച്ചു നമ്മുടെ നൂതന ചികിത്സാ രീതികൾ. അയോർട്ടിക് വാൽവിനും ഒട്ടുമിക്ക കുട്ടികൾക്കും നമ്മൾ ബലൂൺ ചികിത്സയാണ് ആദ്യം നൽകുക. അത് ശരിയാകാതെ വരുമ്പോഴാണ് സർജറി ചെയ്യുക. പിന്നെ വേറെ എന്തിനൊക്കെ നമുക്ക് ഈ ചികിത്സാ രീതി ഉപയോഗിക്കാം? നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ വാൽവ് ചികിത്സിച്ചു, വാൽവിൻ്റെ ചുരുക്കം ചികിത്സിച്ചു, ഹൃദയത്തിനുള്ളിലെ ഭിത്തിയിലെ സുഷിരങ്ങൾ നമ്മൾ കാല് രക്തക്കുഴൽ വഴി ഡിവൈസ് വെച്ച് ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനി വേറെ എന്തൊക്കെ ചെയ്യാം? ഹൃദയത്തിൽ നിന്ന് പല രക്തക്കുഴലുകളും ശ്വാസകോശത്തിലേക്കും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഈ രക്തക്കുഴലിൽ എന്തിന് ചുരുക്കം വന്നാലും നമുക്കത് ബലൂൺ വെച്ച് വികസിപ്പിക്കുകയോ, സ്റ്റെൻഡ് എന്ന് പറയുന്നത് മെറ്റൽ വെച്ചൊരു ട്യൂബാണ്, നമുക്കത് അവിടെ കൊണ്ട് വെച്ച് ഈ ചുരുങ്ങിയിരിക്കുന്ന രക്തക്കുഴൽ വികസിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് സർജറി മാതിരി അത്രയും ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയല്ല. പിന്നെ വേറെ നമുക്ക് ഏറ്റവും പുതുതായിട്ട് നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത് പൾമറി വാൽവ് പോലും നമുക്ക്
കാല് വഴി കാല് രക്തക്കുഴൽ വഴി മാറ്റിവെക്കാം. അപ്പോൾ അത് വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നീലനിറമുള്ള ഒരു അസുഖമുണ്ട്, ടെട്രോളജി ഓഫ് ഫാലോ. ഏറ്റവും കൂടുതലായി നീലനിറം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ടെട്രോളജി ഓഫ് ഫാലോ എന്ന് പറയുന്ന അസുഖം. ഒരു ഏകദേശം 2000-ൽ പരം കുട്ടികളെ ടെട്രോളജി ഓഫ് ഫാലോയ്ക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സിച്ചിട്ടുണ്ട്, സർജറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതലായും വരുന്നത് ഈ പൾമറി വാൽവ്, അതായത് ശ്വാസകോശത്തേക്കുള്ള രക്തക്കുഴലിൻ്റെ വാൽവിൻ്റെ ചുരുക്കമാണ്. ആ ചുരുക്കത്തെ നമ്മൾ പരിഹരിച്ച് കഴിയുമ്പോൾ അത് ലീക്കായി മാറുന്നു. കാലക്രമേണ വർഷങ്ങൾ കഴിയുമ്പോൾ ആ ലീക്ക് പുരോഗമിച്ച് പുതിയ വാൽവ് വെക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നു. അന്നേരം നമുക്ക് സർജറി വഴി അത് മാറ്റി വെക്കാം, അല്ലെങ്കിൽ കാല് വഴി നമുക്ക് പുതിയ വാൽവ് അവിടെ കൊണ്ടുവെക്കാം. സർജറി വഴി മാറ്റി വെക്കുമ്പോൾ നമുക്ക് രണ്ടാമതൊരു സർജറി ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ആദ്യം ഒരു സർജറി ചെയ്തു, അതിൻ്റെ പുറത്തൂടെ രണ്ടാമത് സർജറി ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട്, പിന്നെ വേദന, അത് കൂടാതെയാണ് നമ്മൾ ഈ കാല് വഴിയുള്ള വാൽവ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗുണം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഡിസ്ചാർജ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് സുഖമായി ഭേദമായി പോകാൻ പറ്റും. വേദനയില്ല, ഓപ്പറേഷൻ്റെ വേദനയില്ല, പക്ഷേ കോസ്റ്റ് വളരെ വ്യത്യാസം വരും. പിന്നെയും ഇതുപോലെ ഒരുപാട് അസുഖങ്ങൾക്ക് ഈ ചികിത്സാ രീതിയുണ്ട്. അതിൽ പേരൻസ് മനസ്സിലാക്കേണ്ടത് നമുക്കെല്ലാം ശസ്ത്രക്രിയ കൂടാതെ ചികിത്സിക്കാൻ പറ്റില്ല. ഇപ്പോഴും പല അസുഖങ്ങൾക്കും, മിക്ക അസുഖങ്ങൾക്കും സർജറി തന്നെയാണ് ഏറ്റവും നല്ല ചികിത്സ. അതിൽ നമുക്ക് ചില അസുഖങ്ങൾക്ക് മാത്രം വളരെ ഫലപ്രദമായ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ലഭ്യമാണ്.